ഹായ്, ഞാൻ ഷംസുദ്ദീൻ ഗുരുക്കൾ കോഴിക്കോട്. കഴിഞ്ഞ 22 വർഷമായിട്ട് കാസർഗോഡ് പ്രവർത്തിക്കുന്നു. മല്യ സിറ്റി ഹോസ്പിറ്റൽ ആയുർവേദ വിഭാഗത്തിലെ ചീഫ് തെറാപ്പിസ്റ്റ് ആയിരുന്നു. ബേസിക്കലി ഒരു പാരമ്പര്യ മർമ്മ ചികിത്സകൻ കൂടിയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ആരോഗ്യവാനാണോ? ആരോഗ്യം എന്ന് പറയുന്നത് രോഗമില്ലാത്തൊരവസ്ഥയ്ക്കാണ്. ഇന്ന് 90% പേര് ഒന്നല്ലെങ്കിൽ മറ്റൊരു രോഗത്തിന് അടിമകളാണ്. അപ്പൊ ഈ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാലങ്ങൾ കൊണ്ട് രണ്ട് രീതിയിലാണ് രോഗത്തിനെ നമ്മൾ നിർണ്ണയിക്കുന്നത്. ഒന്ന് നിജരോഗവും, ഒന്ന് ആഗന്തു രോഗവും. ആഗന്തു രോഗം എന്ന് പറയുന്നത് നമ്മുടെ ആക്സിഡന്റിൽ അല്ലെങ്കിൽ വീഴ്ചയിലൊക്കെ സംഭവിക്കുന്നതാണ്. നിജരോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്വയം ഉണ്ടായി വരുന്ന രോഗങ്ങളാണ്. അതൊരു പക്ഷേ നമ്മുടെ ജീവിതശൈലിയിലൂടെ ആയിരിക്കാം. അപ്പൊ ഇന്നത്തെ ജീവിതശൈലി നമുക്കൊക്കെ അറിയാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടത്രയാണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നതല്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും നമ്മൾ കഴിക്കുന്ന പാനീയങ്ങളിലൂടെയും ഒക്കെ ഒരുപാട് ടോക്സിൻസ്, വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടുന്നുണ്ട്. അത് പല കളറുകളായിട്ടും പല ആർട്ടിഫിഷ്യൽ എണ്ണകളായിട്ടും നമ്മൾ വാങ്ങി കഴിക്കുന്ന എണ്ണയിലൊക്കെ എണ്ണയാണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ആഹാരത്തിലൂടെ വരുന്നതാണ്. നമുക്ക് അറിയാം, ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് നടന്നുകൊണ്ടിരുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കാതിരുന്നപ്പം പോയി നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് രോഗം വന്ന് അതിന് ചികിത്സിക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാഹനത്തിന് നമ്മൾ 1000 കിലോമീറ്ററിലുള്ള സർവീസ്, 5000 കിലോമീറ്ററിലുള്ള സർവീസ്, 10,000 കിലോമീറ്ററിലുള്ള സർവീസ്, ഇതൊക്കെ നമ്മൾ മുറക്കി നമ്മൾ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഞാനും നിങ്ങളും കഴിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് വേണ്ടതല്ല. നമുക്കിഷ്ടമുള്ള പോലെയാണ് നമ്മൾ ഉറങ്ങുന്നത്, കിടക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ജീവിതശൈലി എല്ലാം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അതിനെ പരിപാലിച്ച് കൊണ്ടുപോകേണ്ട ഒരു രീതിയുണ്ട്. അത് പൂർവികന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഏതെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിന് മരുന്നുണ്ടല്ലോ, മരുന്ന് വാങ്ങി കുടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്ന് നമ്മളൊരു ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പല ടെസ്റ്റുകളും നടത്തുന്ന സമയത്ത് നമുക്ക് അത് ഡാമേജ്, ഇത് ഡാമേജ്, ഇത്തരം പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇതുവരെ സമ്പാദിച്ച പണവും സമ്പത്തും ഒന്നും നമുക്ക് പോരാതെ വരും ഇത് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ. അപ്പൊ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ സംരക്ഷിച്ചേ മതിയാവുള്ളൂ. പൂർവികന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതാത് കാലങ്ങളിൽ ചെയ്യേണ്ട. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലൂടെ ഉരുത്തിരിയുന്ന ഒരുപാട് മാലിന്യങ്ങളുണ്ട്. അത് ഓരോരോ സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കിടക്കുകയാണ്. അവിടെയാണ് രക്തസഞ്ചാരം നടക്കാതെ നീർക്കെട്ടും കൊഴുപ്പുകളും അടിഞ്ഞുകൂടിയിട്ട് പല ബ്ലോക്കുകളും ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യണം, ഭക്ഷണ ക്രമീകരണം നടത്തണം. അതേപോലെ തന്നെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളിലും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഉഴിച്ചിൽ എന്ന് പറയുന്നത്. അത് യഥാർത്ഥ രീതിയിലുള്ള മർമ്മ ചികിത്സയിലുള്ള ഉഴിച്ചിലുകൾ അല്ലെങ്കിൽ തെറാപ്പികൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിന് നീർക്കെട്ടുകളും അതേപോലെ രക്തസഞ്ചാര കുറവും ആയാസക്കുറവുകളും ഒക്കെ പരിഹരിക്കാൻ നമുക്ക് ഈ ഉഴിച്ചുകൾ കൊണ്ട് നടക്കും. അപ്പൊ ഈ ഉഴിച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഏതെങ്കിലും റിസോർട്ടുകളിലോ അല്ലെങ്കിൽ മസാജ് സെന്ററുകളിലോ പോയിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല. അത് റിലാക്സിന് വേണ്ടിയുള്ളതാണ്. യഥാർത്ഥത്തിൽ 107 മർമ്മസ്ഥാനങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പൂർവികന്മാരൊക്കെ പകർന്ന് അത് പാരമ്പര്യ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ചികിത്സാ രീതികളുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി. ഇപ്പൊ വർഷകാലങ്ങളാണ് ഈ ചികിത്സക്ക് വേണ്ടിയിട്ട് പഴയ കാരണവന്മാരൊക്കെ തെരഞ്ഞെടുത്തത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു സമയമാണ് ഈ വർഷകാലം. കൂടുതൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പ്രതിരോധ ശേഷി കുറയും. ആ സമയത്ത് നമ്മൾ ശരീരത്തെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് പണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും ഈ സമയങ്ങളൊക്കെ നമുക്ക് എല്ലാവരും തിരക്കുള്ള ആളുകളാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണം എല്ലാവരും അത് അവനവൻ മാത്രം ചെയ്യേണ്ടതാണ്, അത് മറ്റാരും ചെയ്തു തരുന്നതല്ല. അതുകൊണ്ട് ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഉപാധികൾ എന്താണോ അത് നിങ്ങൾ സ്വീകരിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.